മടുത്തടോ മടുത്ത്. ജീവിതമൊക്കെ മടുത്ത്. എന്തിനോ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നത് പോലെയാണ്. വയസ്സേറി വന്നിട്ടും നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയിട്ടില്ല. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവിടെ ബാക്കിയായിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയാണ്. കുഞ്ഞുനാളിൽ വിചാരിക്കും പെട്ടെന്നൊന്ന് വലുതായാൽ മതിയെന്ന്. അന്ന് നമുക്ക് രക്ഷകർത്താക്കളും നമ്മുടെ ടീച്ചർമാരും ഒക്കെ നമുക്ക് പറഞ്ഞു തരും ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലമാണെന്ന്. അന്ന് നമ്മളത് ഉൾക്കൊള്ളത്തില്ല, അന്ന് മനസ്സിലാവത്തില്ല. കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിലോട്ട് കടന്ന് കുറേ കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലം നമ്മുടെ ബാല്യമാണെന്ന്. അതുപോലൊരു സുന്ദരമായിട്ടുള്ള കാലം ഇനി വരാനിരിക്കുന്നില്ല എന്നും. സത്യമല്ലേ? ഒന്നും ഓർക്കണ്ട, അന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ കഴിഞ്ഞ കാലമായിരുന്നു. നമുക്കൊന്നിനോടും വാശിയില്ലായിരുന്നു. ഉള്ളതുപോലെയൊക്കെ കഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് തന്നെ ഒരു വർഷത്തിലിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഓർക്കുമ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും നല്ലതും ഏറ്റവും നിധിയായിട്ടുള്ള കാലവും. പിന്നീട് നമുക്ക് കിട്ടിയതൊന്നും നമുക്ക് അത്രയും വിലപ്പെട്ടതൊന്നുമല്ല. ജീവിതം തരുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. ജീവിക്കുന്നുണ്ട്, ഡെയിലി എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ പോന്നു. ഡെയിലി റുട്ടീൻ പോലെ തന്നെ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊരു ഇതും നമുക്ക് ദിവസങ്ങളിൽ കാണുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിപ്പെട്ടില്ലല്ലോ എന്നൊരു വിഷമം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാവും. നമുക്ക് നേടിയെടുക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ, മറ്റുള്ളവർക്കൊരു ബാധ്യതയാവുന്നല്ലോ എന്നൊരു തോന്നൽ. എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ജീവിക്കുന്നത് പോലെ. നമുക്ക് തരുന്ന ഓരോ ഉപ്പുകല്ലിനും ഓരോ മണികൾക്കും കണക്കുകളുള്ളതാണ്. പണ്ടത്തെ പോലെയല്ല. ഇന്നത്തെ പെണ്ണുങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റാണ്. കുറച്ചുകൂടെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സ്വന്തം കാലിൽ നിൽക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ കണ്ണുനീര് മറ്റുള്ളവർ വില കൊള്ളണമെന്നില്ല, മറ്റുള്ളവർ അതിന് വില നൽകണമെന്നില്ല, അത് മനസ്സിലാക്കണമെന്നില്ല. നമുക്കേ അറിയൂ നമ്മുടെ ഉള്ളു പിടയുന്നത് എന്ത് കാര്യത്തിനെന്ന്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അവർ അതിലെ 100 വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ആരോടും ഒന്നും പറയാതിരിക്കുക കഴിയുന്നത്. ഒന്നുറപ്പാണ്, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. സെൽഫ് റെസ്പെക്റ്റ്, അതാണ് മെയിൻ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ മുന്നിലോട്ട് കൊണ്ടുപോവുക. എവിടെയും തോൽക്കാതെ എവിടെയെങ്കിലും ഒരു ജയം കിട്ടുന്നിടം വരെയെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുക. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ തുടങ്ങുന്ന ജോലികളാണ്. ഇപ്പം കുറച്ച് ജോലി ഒതുങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആട്ടുംകൂട്ടിലോട്ട് കയറണ്ട. എരുത്തിലോട്ട് കയറുമ്പോഴത്തേക്കും എൻ്റെ കാല് മൊത്തം വികൃതിയായി, അതിൻ്റെ അഴുക്ക് വെള്ളമെല്ലാം വീണും വികൃതിയായിട്ടിരിക്കുക. അതാണ്ട് മീൻ കഴുകുന്നതിൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ് മുത്ത്. അവൾക്കിപ്പം മീൻ കിട്ടുമെന്നുള്ള രീതിയിലാണ്. 100 രൂപയുടെ മീൻ. അതിനിടയ്ക്ക് എൻ്റെ പുത്രൻ്റെ കിഴങ്ങ് ഫ്രൈയും. ഇവിടെ പിന്നെ ഡെയിലി കാണും പാവയ്ക്ക. അങ്ങനെ പിന്നെ പാവയ്ക്ക വെച്ചു. നല്ല തകർത്ത മഴയാണ്, രാത്രി തൊട്ടേ നല്ല മഴയാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനും ഒരു ഫീലിങ്ങാണ്.